നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കലാശക്കൊട്ടും എല്ലാം കഴിഞ്ഞ് ഇന്നത്തോടെ നിശബ്ദ പ്രചാരണവും കഴിഞ്ഞാൽ കേരളം പോളിംഗ് ബൂത്തിലേക്കാണ്. 140 മണ്ഡലങ്ങളിലായി ലക്ഷക്കണക്കിന് വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തും. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിർബന്ധമായി അറിയേണ്ട ചില പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യമായി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ തിരിച്ചറിയൽ കാർഡും വോട്ടർ സ്ലിപ്പും ഒപ്പം കരുതാൻ മറക്കരുത്. പോളിംഗ് ബൂത്തിനകത്ത് മൊബൈൽ ഫോൺ, ക്യാമറ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൊണ്ടുവരുന്നതിന് നിയന്ത്രണമുണ്ടെന്നതും ശ്രദ്ധിക്കണം. വോട്ട് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖ ഇലക്ഷൻ ID കാർഡ് EPIC ആണ്. എന്നാൽ EPIC കാർഡ് ഇല്ലാത്തവർക്ക് മറ്റ് അംഗീകൃത രേഖകളും ഉപയോഗിക്കാം. അവയിൽ ഏതെല്ലാം എന്ന് നോക്കാം. പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പാസ്ബുക്ക് ഫോട്ടോ സഹിതം, MNREGA ജോബ് കാർഡ്, പെൻഷൻ കാർഡ്, സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാരുടെ ഫോട്ടോ ID കാർഡ്. ഇങ്ങനെ ആകെ 12 തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാവുന്നതാണ്. ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്കും മുതിർന്ന പൗരന്മാർക്കും പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പോളിംഗ് ബൂത്തുകളിൽ റാമ്പ്, വീൽചെയർ, ബ്രെയിൽ സൗകര്യമുള്ള EVM എന്നിവയും സജ്ജീകരിച്ചിരിക്കും. ആവശ്യമായിടത്ത് യാത്രാ സൗകര്യവും ലഭ്യമാക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ബൂത്തിലെത്തി വോട്ട് ചെയ്യുന്നത് എങ്ങനെ? പോളിംഗ് കേന്ദ്രത്തിലെത്തിയാൽ ആദ്യം ക്യൂ പാലിക്കുക. ആദ്യ പോളിംഗ് ഓഫീസർ നിങ്ങളുടെ IDയും സ്ലിപ്പും പരിശോധിക്കും. തുടർന്ന് ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടും. പിന്നീട് രജിസ്റ്ററിൽ ഒപ്പുവെച്ച ശേഷം വോട്ടിംഗ് യന്ത്രത്തിന് മുന്നിലേക്ക് പോകാം. വോട്ടിംഗ് യന്ത്രത്തിൽ നിങ്ങളുടെ ഇഷ്ട സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും നേരെയുള്ള നീല ബട്ടൺ അമർത്തുക. തുടർന്ന് VVPAT യന്ത്രത്തിൽ നിങ്ങൾ നൽകിയ വോട്ട് 7 സെക്കൻഡ് നേരം കാണിക്കും. ബീപ് ശബ്ദം കേൾക്കുന്നതോടെ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയതായി ഉറപ്പാക്കും. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അവകാശമാണ് വോട്ട് ചെയ്യുന്നത്. അതിനാൽ എല്ലാവരും നിർബന്ധമായും വോട്ട് രേഖപ്പെടുത്തി നിങ്ങളുടെ അവകാശം വിനിയോഗിക്കൂ. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.